അങ്ങനെ നമ്മൾ സൂര്യനമസ്കാരം പ്രിപ്പറേഷൻ ചലഞ്ചിൻ്റെ 2ാം ദിവസത്തിലേക്ക് പോവുകയാണ്. 1ാം ദിവസത്തെ ടാസ്ക്കായ 5 മിനിറ്റ് ദീർഘശ്വാസം നിങ്ങൾ പലരെങ്കിലും കണ്ടു കാണും, അല്ലെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച് കാണും. ഇന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഈ 10 ദിവസവും കഠിനമായ ആസനങ്ങളല്ല ചെയ്യുന്നത്, പകരം വളരെ ലളിതമായ ചലനങ്ങളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പറയേണ്ട ആവശ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതല്ലേ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മുടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നത് കഠിനമായ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുമ്പോഴല്ല, മറിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ ദിവസവും മുടങ്ങാതെ ചെയ്യുമ്പോഴാണ്. യോഗ നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ക്ഷമയാണ്. ശരീരത്തെ ഒറ്റയടിക്ക് മാറ്റിമറിക്കാൻ നോക്കാതെ പതുക്കെ പതുക്കെ ഫ്ലെക്സിബിൾ ആക്കുക. സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലെ പേശികൾക്ക് നല്ല രീതിയിലുള്ള ചലനങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കഴുത്തിനായുള്ള ലളിതമായ വ്യായാമങ്ങളാണ്. നട്ടൽ നിവർത്തിയിരുന്ന് പതുക്കെ ശ്വാസം എടുത്ത് തലമുകളിലേക്കും ശ്വാസം വിട്ട് താഴേക്കും ചലിപ്പിക്കുക. ശേഷം പതുക്കെ ഇടത്തോട്ടും അതിനുശേഷം വലത്തോട്ടും നോക്കുക. അതിനുശേഷം ഒടുവിൽ വട്ടത്തിലും തിരിക്കുക. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കുക. തലകറക്കമുള്ളവർ കണ്ണ് അടയ്ക്കാതെ കണ്ണ് തുറന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു 5 തവണയെങ്കിലും ചെയ്യാം. കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് പെട്ടെന്ന് ഫ്ലെക്സിബിലിറ്റി തരും. നാളെ നമുക്ക് കൈകൾക്കായുള്ള വ്യായാമം നോക്കാം. സ്റ്റേ ട്യൂൺഡ്.